പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മത്തി റെസിപ്പി ആയിട്ടോ. അപ്പോൾ കുറച്ച് മത്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്, 1/2 കിലോ മത്തി. അപ്പോൾ ചെറിയ മത്തി, ഇച്ചിരി വലിയ മത്തിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ എന്തായാലും പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുറച്ച് കറി ലീഫ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക്, വലിയ മത്തിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടും. അപ്പോൾ അതാ ഞാൻ ആ മത്തിയിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ. അപ്പോഴേ നല്ലപോലെ ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടത്തുള്ളൂ. 10-30 മിനിറ്റ് ഇരിക്കട്ടെ, ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 10-12 ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ, ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുരട്ടി വെച്ചിരുന്ന മത്തി നമുക്ക് ഈ കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വലിയ മത്തിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. പക്ഷേ മത്തി ഏതായാലും കുഴപ്പമില്ല, ഇത് പൊടി മത്തി ആയതുകൊണ്ട് നമുക്കിത് വെന്ത് ഇതായി വരുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ. അപ്പം മത്തിയെല്ലാം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം പുളി പിഴിഞ്ഞ വെള്ളവും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ച് വെയിറ്റിട്ട് 1 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ 1 വിസിലടിച്ച് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അഥവാ ഇച്ചിരി ചാറ് പോലെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തീ വെച്ച് ഒന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രഷർ കുക്കറിൽ വെച്ച മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു മത്തിയാണ്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നാളെ വീണ്ടും കാണുന്നവരെയും ബൈ.